കൂട്ടുകാരെ, ഞാനിപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. വേറൊന്നുമല്ല, നോമ്പ് തുറക്കുന്ന സാധനങ്ങൾ വാങ്ങാനാണ്. ഇതാണ് മെയിൻ. കഞ്ഞി, പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിക്കാൻ കഞ്ഞിപ്പാത്രം. പിന്നെ അവിടെ പോയിട്ട് ഉന്നക്ക, സമൂസ, കട്ട്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല. ഇവിടെ ഈ പരിപ്പ് വട, ഉഴുന്നുവട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ചീസ് ബോള്, കായ്പോള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് കാണിക്കാം. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ നിന്നൊരു 14 കിലോമീറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം സാധനവും വാങ്ങിച്ചിട്ട്. പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങണം, പിന്നെ അവിടെ നിന്ന് സ്നാക്സ് വാങ്ങണം. അങ്ങനെയെല്ലാമാണ് ഉദ്ദേശം. അപ്പം ഞാൻ ഇനി വാങ്ങുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ മങ്കൊമ്പ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഉണ്ട് ആലപ്പുഴ സക്കറിയ ബസാർ ആ ഭാഗത്തു നിന്നാണ് വാങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ നോക്കണം. എല്ലാവരും ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ പോകണം കടകളിലേക്ക്. നമ്മൾ ഉദ്ദേശിച്ച കടകളിലെത്താൻ കുറച്ചുകൂടെ പോകണം. അപ്പം നോമ്പിൻ്റെ കഞ്ഞി കൊടുക്കുന്ന സമയമൊന്നും പള്ളിയിലായി കാണത്തില്ല. ഒരു 4:30 ഒക്കെ ആകുമ്പോഴേ പള്ളികളിൽ കൊടുത്തു തുടങ്ങത്തുള്ളൂ. അപ്പം അത് വാങ്ങണം, അതാണ് മെയിൻ. ഇവിടെ അസർ ബാങ്ക് വിളിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പൊട്ടുവെള്ളരി അത് വാങ്ങണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാനുണ്ട്. നമ്മുടെ അവിടെ ഒന്നും കിട്ടത്തില്ല. അവിടെ കൂടുതലും പരിപ്പ് വട, ഉള്ളിവട അങ്ങനെയുള്ള സാധനം, മുളക് ബജി അതൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കായ്പോള, ഉന്നയ്ക്ക, പിന്നെ അങ്ങനെ പല പല സാധനങ്ങളും കിട്ടും. നമ്മുടെ മലബാർ സ്നാക്സൊക്കെ ഇവിടെ കിട്ടും ഒരുപാട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഷോർട്സാണ് പൊട്ടുവളരിയുടെ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. പൊട്ടുവളരി വാങ്ങിച്ചപ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഏതാണെന്നൊക്കെ ഒരു പരിഭ്രമമുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇപ്പോൾ ആലപ്പുഴ എത്തി. ആലപ്പുഴ സക്കറിയ ബസാറിലാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ സാദിയാസ് എന്ന് പറയുന്ന ഹോട്ടൽ കണ്ടോ, കുഴിമന്തി ബിരിയാണി എന്നൊക്കെ കഴിക്കുന്നത്. അവിടെ നിന്ന് ബിരിയാണി വാങ്ങാൻ വേണ്ടി വന്നതാണ്. 160 രൂപ ബിരിയാണിക്ക്. സൂപ്പർ ബിരിയാണിയാണ്. നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി കാണും. അതുപോലെ ടേസ്റ്റുമാണ്. അപ്പോൾ അത് 4 വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും കുറച്ച് താമസിക്കുമല്ലോ. അപ്പോൾ പിന്നെ പോയിട്ടൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കാണത്തില്ല. അപ്പോൾ അത് കാരണം ബിരിയാണി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് ആലപ്പുഴ സക്കറിയ ബസാർ ജംഗ്ഷൻ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാ സാധനങ്ങളും, ചെറിയ ജംഗ്ഷൻ ആണെങ്കിലും എല്ലാ സാധനങ്ങളും, മാർക്കറ്റ്, ഫ്രൂട്ട്സ് കട, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ആലപ്പുഴ പിന്നെ വളരെ ചെറിയ ടൗൺ ആണല്ലോ. പിന്നെ എല്ലാം മുല്ലക്കിലോട്ട് പോകണം. മുതലൂടെ കുറച്ചുകൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രദേശമാണ്. ഒരു വണ്ടി പോയാൽ ഒരു വണ്ടിക്ക് പോകാൻ ഇടയില്ലാത്ത രീതിയിലുള്ള റോഡൊക്കെയാണ്. എന്നാലും സാധനങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ പോകുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആലപ്പുഴയിൽ ജനിച്ച് വളർന്നുകൊണ്ടാകാം എനിക്ക് ഇവിടുത്തെ ഫുഡുകളോടാണ് താല്പര്യം. എനിക്ക് ചങ്ങനാശ്ശേരി പോയിട്ടും അവിടുത്തെ ഫുഡുകൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്കിവിടെ വന്നിട്ട് വാങ്ങിക്കുമ്പോഴാണ് ഒരു തൃപ്തിയാവുന്നത്. ഇപ്പോൾ ബിരിയാണിയൊക്കെ ആണെങ്കിലും എനിക്ക് ചങ്ങനാശ്ശേരിയിലെ ബിരിയാണി ഒന്നും ഇഷ്ടമല്ല. അവിടെ എന്നൊക്കെ പറയുമ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് വേറൊരു ടൈപ്പ് ബിരിയാണിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കല്യാണ ബിരിയാണി പോലത്തെ നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ അത് വാങ്ങണമെന്നുണ്ട് മിക്കവാറും ഞാൻ ഞായറാഴ്ചകളിൽ ഇവിടെ കുറച്ചങ്ങോട്ട് മാറി ഈ കല്യാണ വീടുകളിൽ ഇങ്ങനെ ബാക്കി വരുമല്ലോ ചെമ്പ്. അപ്പോൾ അത് പൊട്ടിക്കാതെ അവർ കൊണ്ടുവച്ച് വിൽക്കും. അപ്പോൾ അതൊരു കിലോ അങ്ങനെയൊക്കെ തൂക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വന്ന് വാങ്ങിക്കാറുണ്ട് ഞാൻ. ഇവിടങ്ങളിലുള്ള ഇങ്ങനെ ഈ പറഞ്ഞ പോലത്തെ ഈ നോമ്പ് തുറ വിഭവങ്ങൾ അതെല്ലാം എനിക്ക് ഇവിടത്തെയാണ് ഇഷ്ടം. എനിക്ക് അവിടെ അത്ര താല്പര്യമില്ല ഫുഡുകളോട്. അവിടെ എന്ന് പറഞ്ഞാൽ കുഴിമന്തി, ചിക്കൻ പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളോട് മാത്രം അവിടെ ഉള്ളൂ. അപ്പോൾ ചോദിക്കും ഉണ്ടാക്കി കഴിക്കാൻ വേണം. ഉണ്ടാക്കി കഴിച്ചാൽ ഇത്ര ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ടേസ്റ്റ് നമ്മുടെ ചെറുപ്പത്തിൽ ആ അറിഞ്ഞ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണ്ടേ.
അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലുള്ള സാധനങ്ങളോടായിരിക്കും ഒരു താല്പര്യം കൂടുതൽ. അതുപോലെയാണ് എനിക്കും. ചേട്ടാ എനിക്കൊരു 6 കട്ട്ലേറ്റ് ചെയ്യുന്നു. ഒരു 4 സമൂസ. 4 സമൂസ. ഇത് മറ്റേ ഇതല്ലേ ഇത് മുട്ട വെച്ചുള്ളത്? അതൊരു 3 എണ്ണം. ഇതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി. ഇത്രയും വലിയൊരു പാക്കാണ്. 160 രൂപ. അപ്പം അത് 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ബീഫാണ്, ചിക്കൻ ബിരിയാണിയാണ്. കഞ്ഞി വാങ്ങിച്ചപ്പാ പോയി. അപ്പോൾ പള്ളിയിലേക്ക് കഞ്ഞി വാങ്ങാൻ പോവുകയാണ്. ഇത് ദറസ് പള്ളി, നമ്മുടെ കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ഉള്ള പള്ളിയാണ്. ഇവിടുത്തെ കഞ്ഞി സൂപ്പർ കഞ്ഞിയാണ്. അവിടെ കഞ്ഞി വാങ്ങാൻ പോയിരിക്കുകയാണ്. ഇനി കഞ്ഞി കൊണ്ടുവരട്ടെ. ഇവിടങ്ങളിലെല്ലാം എല്ലാവരും ഇങ്ങനെയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തൂക്കുപാത്രമായിട്ട് കഞ്ഞി വാങ്ങാൻ പോകും. കിട്ടിയാ? നിറച്ചുണ്ടാ? കാണാൻ പോയാ? അയ്യോ, ഒരു പട്ടി ഇവിടെ വാതിലിൻ്റെ വാതിൽക്ക് നിൽക്കുന്നു. ഇനി എങ്ങനെ കയറും? ഓ മൈ ഗോഡ്, അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പട്ടി നിൽപ്പുണ്ട്. അവൻ ആ വണ്ടിയുടെ വാതിൽക്കേ വന്ന് നിൽക്കുക. ഇനി എൻ്റെ പൊന്നുകുട്ടിക്ക് ഇറച്ചി വാങ്ങിക്കണം. പൊന്നുകുട്ടി അറിയാമല്ലോ, എൻ്റെ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അവിടെ ചങ്ങനാശ്ശേരിയിൽ ഉള്ള ഇറച്ചി എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ബീഫൊക്കെ വാങ്ങിച്ചാലും മൂത്ത ഇറച്ചിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഭയങ്കര കട്ടിയാണ്, അവൾ കഴിക്കത്തില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആലപ്പുഴ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കടയിൽ നിന്ന് ബീഫ് വാങ്ങിച്ചിട്ട് പോകും. നല്ല ചെറിയ ഇറച്ചിയാണ്. അപ്പോൾ അത് പുഴുകി കൊടുത്താൽ പുള്ളി കഴിച്ചോളും. പുള്ളി ഒഴിവാക്കാൻ പറ്റത്തില്ല. നമുക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവൾക്കുള്ള സാധനം വാങ്ങിക്കണമല്ലോ. വലിയ ആൾ വീട്ടിൽ കയറ്റത്തില്ല. ഇവിടുത്തെ കടയിൽ നിന്നാണ്. അതുമല്ല, അവിടെ ചങ്ങനാശ്ശേരിയിൽ 440 രൂപ 1 കിലോ ബീഫിന്. ഇവിടെ 350 രൂപയേ ഉള്ളൂ. നല്ല ബീഫ് കിട്ടുകയും ചെയ്യും. ഉണ്ടോ, ഇവിടെ നിന്നാണ് അവർക്ക് ബീഫ് വാങ്ങിക്കുന്നത്. പിന്നെ ചെറിയ ഇറച്ചി അവിടെ കിട്ടുന്നത്. ചെറിയ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇളപ്പ് ഇറച്ചി, അതാണ് കിട്ടുന്നത്. അത് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് കൊടുത്താൽ പുള്ളി കഴിച്ചോളൂ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചിക്കൻ കൊടുത്തിട്ട് കഴിച്ചില്ല. ഇനിയിപ്പോൾ ഇത് വാചകം കൊടുത്ത് വേണം പുഴുങ്ങി കൊടുക്കാൻ. നമ്മളെക്കാളും ടേസ്റ്റാണ് അവൾക്ക് വേണ്ടത്. അവൾക്ക് ചോറൊന്നും കഴിക്കത്തില്ല. ഒരു ദിവസം ചിക്കൻ കഴിച്ചാൽ ഒരു ദിവസം ബീഫ്, അങ്ങനെയൊക്കെ ഉള്ളൂ പുള്ളിയുടെ ഫുഡ്. അപ്പം ഞാൻ പൊട്ടുവെള്ളരി വാങ്ങാൻ വേണ്ടി കയറിയതാണ്. പൊട്ടുവെള്ളരി ഞാൻ കാണിച്ചു തരാം. ഇതാണ് പൊട്ടുവെള്ളരി. ഇവിടെ ആളെ കാണുന്നില്ല. ആ നിൽക്കുന്ന പുള്ളിയാന്ന് തോന്നുന്നു. പുള്ളി അവിടെ മത്തങ്ങ കൊടുത്തോണ്ടിരിക്കുക. വരട്ടെ. ആ വരുന്ന വാപ്പാണ് കട നടത്തുന്നത്. ആണോ? ഇന്നത്തേക്ക് പറ്റിയില്ലേ? നാളെ എടുക്കാൻ പറ്റിയുണ്ടോ? നാളെ എടുക്കാൻ പറ്റിയ ഒരു ചെറുത് തന്നെ. ഒരുപാട് വലുത് വേണ്ട. ആ അത് മതി, അത് മതി. എത്ര രൂപ? നാളെ വേഗത്തുള്ളൂ അല്ലേ? എത്രയാ? എത്രയാ അപ്പ? കഴിഞ്ഞ ദിവസം ആലപ്പുഴ റോഡിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലമാണിത്, പള്ളാത്തുരുത്തി പാലം. ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പിടിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്നേരം വെയിലായതുകൊണ്ട് ഭയങ്കര ബ്ലറായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ?
ഇനിയിപ്പോൾ നമ്മുടെ പൂച്ചയ്ക്ക് ഫുഡ് വാങ്ങിക്കാൻ പോകണേ. അപ്പോൾ അവരുടെ ഫുഡ് തീർന്നെന്ന് ഇപ്പോൾ മോള് വിളിച്ച് പറഞ്ഞേ. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിക്കാൻ പോവാം. ഇതിവിടെ ചെങ്ങനായിലുള്ള ബൗബൗ എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ്. ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. എനിക്ക് 3 പേർഷ്യൻ പൂച്ചയുണ്ട്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനെല്ലാം ഫ്രീ അഡോപ്ഷൻ കൊടുത്തു. ഭയങ്കര ചിലവാണ്. അങ്ങനെ അതായപ്പോൾ ഞാൻ കൊടുത്തു. ഇപ്പം 3 പേരാണ് ഉള്ളത്. 3 പേരിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ പ്രസവിച്ചു. 3 കുഞ്ഞുങ്ങൾ, 2 വെള്ളയും 1 ബ്ലാക്കും. അപ്പോൾ അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടും വരുവാണ്. അവരെയൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാവേ. അപ്പം പാലും പഴവും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. വീടെത്താറായി. അപ്പം പാല് വാങ്ങിക്കുന്നതും എല്ലാം നമ്മുടെ വീടിനടുത്തുള്ള ഈ ഒരു കടയിൽ നിന്നാണേ. അങ്ങനെ വീടെത്താറായി. ഈ ഒരു വളവ് തിരിഞ്ഞ വീടാണ്. ഈ പള്ളിയായിട്ട് ചേർന്നിട്ടുള്ള വളവ് തിരിഞ്ഞ നമ്മുടെ വീടെത്തി. നമ്മുടെ വീടാണ് ആ നേരെ കാണുന്നത്. വീടെത്തി. വണ്ടി മോൻ കിടപ്പുണ്ട്, പൂച്ചം കിടപ്പുണ്ട്. ഇതാണ് എൻ്റെ വീട്. ഈ നിൽക്കുന്നതാണ് എൻ്റെ ബോബൂച്ചൻ. ഇവനുള്ള ഫുഡ് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവൻ ഇടാ ഇവിടെ നിൽക്കടാ അടങ്ങി. ഇവന് കോഴിയുടെ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ആലപ്പുഴയിൽ പോയി വാങ്ങിച്ചത്. ഇത് ചുരുളുപാലാടെ എന്നാണ് ആലപ്പുഴയിൽ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് ഏലാച്ചി എന്ന് പറയും. ഇത് കായ്പോള. പിന്നെ കട്ട്ലേറ്റ് വാങ്ങിച്ചു, സമൂസ വാങ്ങിച്ചു. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പോയത് കഞ്ഞി, നോയമ്പ് കഞ്ഞി വാങ്ങിക്കാനാണ്. ഇത് നോയമ്പ് കഞ്ഞി വാങ്ങിച്ചു പള്ളിയിൽ നിന്ന്. പിന്നെ ബിരിയാണിയും വാങ്ങിച്ചു വൈകുന്നേരത്തേക്ക്. അപ്പോൾ ഇത്രയാണെന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയത്.